ഓർ ചേഞ്ചിങ് എർത്ത്, മാറിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. എർത്തിന്റെ ക്രസ്റ്റ് വലുതും ചെറുതും പല ഷേപ്പിലും കട്ടിയുള്ളതുമായ പ്ലേറ്റ്സ് അല്ലെങ്കിൽ സ്ലാബ്സ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ സ്ലാബുകളിലാണ് കോണ്ടിനെന്റും ഓഷ്യൻ ഫ്ലോർസും ഉള്ളത്. ലിത്തോസ്ഫിയർ പൊടിഞ്ഞോ തകർന്നോ നിരവധി പ്ലേറ്റുകൾ ഉണ്ടാകുന്നതിനെയാണ് ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്ലേറ്റുകൾക്ക് ഉണ്ടാകുന്ന ചലനം മൂലം ഭൗമോപരിതലത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എർത്തിന്റെ മൂവ്മെന്റ്സ് എൻഡോജനിക് ഫോഴ്സസ് കൊണ്ടും എക്സോജനിക് ഫോഴ്സസ് കൊണ്ടും ഉണ്ടാവാറുണ്ട്. ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് എൻഡോജനിക് ഫോഴ്സസ് എന്നും ഉപരിതലത്തിൽ അല്ലെങ്കിൽ സർഫസിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് എക്സോജനിക് ഫോഴ്സസ് എന്നും പറയുന്നത്. രണ്ട് തരം എൻഡോജനിക് ഫോഴ്സസ് ഉണ്ട്. ഒന്ന് സഡൻ ഫോഴ്സസും രണ്ട് ഡയസ്ട്രോഫിക് ഫോഴ്സസും. സഡൻ ഫോഴ്സസ് എന്നുള്ളത് പെട്ടെന്നുണ്ടാകുന്നതാണ്. അത് എർത്ത്ക്വേക്ക്, വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ് തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ഫോഴ്സസ് ആണ് സഡൻ ഫോഴ്സസ്. ഇനിയും ഡയസ്ട്രോഫിക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്, മൗണ്ടൻസ് ഇവയൊക്കെ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സുകളാണ് ഡയസ്ട്രോഫിക് ഫോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയും എക്സോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത് പലതരത്തിലാണ് ഉള്ളത്. ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷൻ, റിവർ, വിൻഡ്, സീ വേവ്സ്, ഗ്ലേഷ്യേഴ്സ് തുടങ്ങിയവയൊക്കെ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സാണ് എക്സോജനിക് ഫോഴ്സസ്. പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങളായ ഭൂകമ്പം, അഗ്നിപർവ്വതങ്ങൾ ഇവ മൂലം ഭൗമോപരിതലത്തിന് നാശം സംഭവിക്കാറുണ്ട്. എർത്തുക്വേക്കിന്റെ വേവ്സ് 3 തരം ഉണ്ട്. ഒന്ന് പി വേവ്സ് അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, എസ് വേവ്സ് അതായത് ട്രാൻസ്വേഴ്സ് വേവ്സ്, എൽ വേവ്സ്, സർഫസ് വേവ്സ്. ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ലെവലുകളിൽ നോക്കാം. എർത്തുക്വേക്ക് മെഷർ ചെയ്യുന്നത് സീസ്മോഗ്രാഫിക് ഉപയോഗിച്ചിട്ടാണ്. റിച്ചർ സ്കെയിലിൽ എർത്തുക്വേക്കിന്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചാണ് അതിന്റെ തീവ്രത അളക്കുന്നത്. 2.0 അല്ലെങ്കിൽ അതിൽ കുറവാണ് റിച്ചർ സ്കെയിലിൽ എർത്തുക്വേക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ അത് ചെറിയ തോതിലുള്ളതാണെന്ന് മനസ്സിലാക്കാം. 5.0 ആണെങ്കിൽ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഇനി 6.0ക്ക് മേലെയാണെങ്കിൽ വളരെ ശക്തമായതായിരിക്കും. 7.0 എന്നുള്ള റിച്ചർ സ്കെയിൽ അത്രയും തീവ്രത കാണിക്കുകയാണെങ്കിൽ വളരെ തീവ്രമായത് ആയിട്ടുള്ളൊരു ഭൂകമ്പമാണ് എന്നതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എർത്തിന്റെ ക്രസ്റ്റിലെ ഒരു ഓപ്പണിംഗ് ആണ് വോൾക്കാനോ എന്നത്. ഇതിൽ നിന്നും ഉരുകിയ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നു. എർത്തിന്റെ പ്ലേറ്റിലുണ്ടാകുന്ന പ്രകമ്പനത്തിനെയാണ് ഭൂകമ്പം എന്ന് അഥവാ എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം എവിടെയാണോ തുടങ്ങുന്നത് അതാണ് ആ ഒരു പോയിന്റാണ് ഫോക്കസ് എന്നുള്ളത്. ഫോക്കസിന് മുകളിലായിട്ട് സർഫസിൽ കാണുന്ന സ്ഥലത്തിനെയാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മേജർ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂരൂപങ്ങൾ വെതറിങ്ങും ഇറോഷനും മൂലം തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. വെതറിങ് എന്നാൽ ഭൗമോപരിതലത്തിലെ പാറകൾ അഥവാ ശിലകൾ പൊട്ടിപ്പൊടിയുന്നതിനെയാണ് വെതറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറോഷൻ എന്നാൽ ഭൗമോപരിതലത്തിലെ മണ്ണും മറ്റും ഒഴുകിക്കൊണ്ട് പോകുന്നു. ഇത്തരത്തിൽ ഒഴുകിക്കൊണ്ട് പോകുന്നത് വെള്ളം, കാറ്റ്, ഐസ് തുടങ്ങിയവ മൂലമാണ്. ഇത്തരം മാറ്റപ്പെടലുകളെയാണ് സംഭവിക്കുന്നതിനെയാണ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇനി ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് നദികൾ മൂലമാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഭൂരൂപങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. വർക്ക് ഓഫ് എ റിവർ. ഒന്നാമത് വാട്ടർഫോൾ. നദി അല്ലെങ്കിൽ റിവർ കുത്തനെയുള്ള കോണിൽ വളരെ കടുപ്പമുള്ള പാറകൾക്ക് മുകളിലൂടെ ഒഴുകി താഴ്വരകളിലൂടെ കുത്തനെ വശത്തുകൂടി താഴേക്ക് പതിക്കുന്നു. ഇതിനെ വാട്ടർഫോൾസ് അല്ലെങ്കിൽ വെള്ളച്ചാട്ടമെന്ന് നമുക്ക് പറയാം. ഇനി മിയാണ്ടേഴ്സ് എന്താണെന്ന് നോക്കിയാൽ നദി പ്ലെയിൻസ് അഥവാ സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളഞ്ഞ് ഒഴുകുന്നു.
ഈ വളവുകൾ രൂപം കൊള്ളുന്നതിനെയാണ് മിയാൻഡറുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഓക്സ്ബോ ലേക്ക് എന്താണെന്ന് നോക്കിയാല് മിയാൻഡറിന്റെ വശങ്ങൾ അല്ലെങ്കിൽ മിയാൻഡറുകൾ ആഴമേറിയ വളയങ്ങളായി വികസിക്കുന്നതോടെ ജലം ഒഴുകി വന്നിടിക്കുന്ന ഭാഗങ്ങളില് ഇറോഷനും ഡെപ്പോസിഷനും മൂലം അവ വേർപെടുകയും ഓക്സ്ബോ ലേക്ക് അല്ലെങ്കിൽ ഓക്സ്ബോ തടാകമായി ഇത് മാറുകയും ചെയ്യുന്നു. പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് വേർപെടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്തത് ഫ്ലഡ് പ്ലെയിൻസ് ആണ്, പ്രളയ സമതലങ്ങൾ. ഡെപ്പോസിഷൻ അഥവാ നിക്ഷേപ പ്രക്രിയയാണ് പ്രളയ സമതലങ്ങൾ നിർമ്മിക്കുന്നത്. നീർച്ചാലുകള് നേർത്ത ചെരിവുകളിലേക്ക് കടക്കുമ്പോൾ വലിപ്പമേറിയ വസ്തുക്കളെ ആദ്യം എന്ത് ചെയ്യുന്നു? നിക്ഷേപിക്കുന്നു. അപ്രകാരം മണല്, നേർത്ത മണൽത്തരികള്, കളിമണ്ണ് എന്നിവ താരതമ്യേന വേഗം കുറഞ്ഞ നീർച്ചാലുകളുടെ അടിത്തട്ടുകളിലും വെള്ളപ്പൊക്ക സമയത്ത് കരകവിഞ്ഞൊഴുകുമ്പോൾ ഇരു കരകളിലുമായും നിക്ഷേപിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാവുന്നത്. ഇനി ലെവീസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വലിയ നദികളുടെ തീരങ്ങളിലാണ് നദീതീര തടങ്ങൾ അഥവാ ലെവീസ് കാണുന്നത്. നദികളുടെ തീരങ്ങളിൽ പലപ്പോഴും വേർപെട്ട് ഒറ്റപ്പെട്ട കുന്നുകളുടെ രൂപത്തിൽ തീരത്തിന് സമാന്തരമായി നീളത്തിൽ ഉയരം കുറഞ്ഞ് കാണപ്പെടുന്ന വലിപ്പമേറിയവയാണ് ലെവീസ്. അതായത് ഒഴുകുന്ന ഒരു നദിയുടെ തീരത്ത് കാണുന്ന തടം പോലെ എന്താണ്, ചെറിയൊരു കുന്നുപോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഉയരം കുറഞ്ഞ് അല്ലെങ്കിൽ വലിപ്പമേറിയ തരത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗത്തിനെയാണ് ലെവീസ് എന്ന് പറയുന്നത്. അടുത്തത് ഡെൽറ്റ എന്താണെന്ന് നോക്കിയാൽ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ സെഡിമെന്റ്സ് കടലിലേക്ക് നിക്ഷേപിക്കപ്പെടാത്ത സാഹചര്യങ്ങളിലോ തീരത്തായി വിതരണം ചെയ്യപ്പെടാതിരിക്കുന്ന സാഹചര്യങ്ങളിലോ അവ ഉയരം കുറഞ്ഞ കോണുകളായി നിക്ഷേപിക്കപ്പെടുന്നു. ഇതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി വർക്ക് ഓഫ് സീ വേവ്സ്, തിരമാലകളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് സീ കേവ്സ് ആണ്. ഇറോഷൻ അഥവാ അപരദനവും ഡെപ്പോസിഷൻ അഥവാ നിക്ഷേപിക്കലും തിരമാലകളാൽ സംഭവിക്കുമ്പോൾ ഉയർന്നു വരുന്നതാണ് തീരപ്രദേശങ്ങൾ, കോസ്റ്റ് ലാൻഡ്സ്. തിരമാലകൾ മൂലം പാറകളിലും മറ്റും പൊത്തുകൾ ഉണ്ടാവുകയും ഇതിന് വിസ്തൃതിയും ആഴവും വർദ്ധിച്ചാണ് സീ കേവ്സ് അഥവാ കടൽ ഗുഹകൾ ഉണ്ടാകുന്നത്. ഈ സീ കേവ്സിന്റെ വിടവ് അഥവാ ആ ഒരു പൊത്ത് കാലക്രമത്തിൽ വലുതാവുകയും ഒടുവിൽ റൂഫ് മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്നു. ഇതിനെ സീ ആർക്സ് എന്ന് വിളിക്കുന്നു. ഇനി ഇറോഷൻ മൂലം സീ ആർക്സിന്റെ മേൽത്തട്ട് തകർന്നടിയുകയും ഭിത്തി മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്നു. ഇവയെ കടൽ സ്തംഭങ്ങൾ അഥവാ സീ സ്റ്റോക്സ് എന്ന് വിളിക്കുന്നു. ഉയർന്ന പാറക്കെട്ടുള്ള തീരങ്ങളിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ശക്തിയിൽ കുന്നിൻ ചെരുവുകൾക്ക് രൂപമാറ്റം വന്നു ഇവ തൂക്കുപാറക്കെട്ടുകളായി മാറുന്നു. ഇതാണ് സീ ക്ലിഫ്. ഇനി നമുക്ക് വർക്ക് ഓഫ് ഐസ്, ഐസിന്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നോക്കുന്നത്. കരയ്ക്ക് മുകളിലൂടെ പാളികളായും പർവ്വത ചെരിവുകളില് വിശാല താഴ്വരകളിലൂടെ ഒഴുകിയിറങ്ങുന്ന ഹിമപിണ്ഡത്തിനെയാണ് ഹിമാനികൾ അഥവാ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. ഹിമാനീകൃത ശിലാപദാർത്ഥങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന ദീർഘനിരകളാണ് മൊറൈനുകൾ എന്ന് പറയുന്നത്. അടുത്തത് വർക്ക് ഓഫ് വിൻഡ്സ്, കാറ്റിന്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങൾ. ഉഷ്ണ മരുഭൂമികളിലെ പ്രമുഖ ഭൂരൂപീകരണ സഹായികളിൽ ഒന്നാണ് കാറ്റ്. കാറ്റിന്റെ അപരദനത്തിന് വിധേയമായി മരുഭൂമികളിലെ പല ശിലാരൂപങ്ങൾക്കും എളുപ്പത്തിൽ തേയ്മാനമുണ്ടാകുന്നു. കൂണിന്റെ ആകൃതിയിൽ കടഞ്ഞെടുത്തതുപോലെ പ്രതിരോധശേഷിയുള്ള ശിലാശേഷിപ്പിനെയാണ് മഷ്റൂം റോക്സ് അഥവാ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നത്. വരണ്ട
ഉഷ്ണ മരുഭൂമികളാണ് മണൽമേടുകൾ അഥവാ സാൻഡ് ഡ്യൂൺസ് രൂപപ്പെടുന്നതിന് അനുകൂലമായ പ്രദേശങ്ങൾ. മണൽമേടുകൾക്ക് തുടക്കമിടുന്നത് കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോൾ ആണ്. അപ്പോൾ പലതരത്തിലുള്ള മണൽമേടുകൾ ഉണ്ടാകുന്നു. മണൽത്തരികൾക്ക് വളരെ നേർത്തതും കനം കുറഞ്ഞതുമായതിനാൽ കാറ്റിന് ഇവയെ വളരെ ദൂരം വഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇത് ഒരുപാട് ഏരിയകളിൽ ഡെപ്പോസിറ്റ് ആകുന്നു. ഇവയെയാണ് ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പറഞ്ഞ ഭൂരൂപങ്ങളെയെല്ലാം കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് ഹയർ ലെവലുകളിൽ നോക്കാം.